ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ടാങ്ക് നിറഞ്ഞതിനെ തുടർന്ന് 5 ദിവസമായി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിലും ശൗചാലയത്തിലുണ്ടായ ബ്ലോക്ക് ഉൾപ്പെടെ പരിഹരിക്കുന്നതിനായാണ് തിരുവനന്തപുരത്ത് നിന്ന് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എത്തിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടത്തിയത്. ശൗചാലയം അടയ്ക്കേണ്ടി വന്ന സാഹചര്യം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നും ഇതിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ അന്ന് തന്നെ ആരംഭിച്ചതായും ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭേൻ്റെ ടോയ്ലറ്റ് ഇപ്പം 4 ദിവസമായി ഇന്നേക്ക് ബ്ലോക്കായിട്ടായിരുന്നു. 4 ദിവസം ആയപ്പോൾ തന്നെ ടെൻഡർ കൊടുക്കുകയും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുകയും ചെയ്തു. എന്താണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം അടിച്ച് ഒരു കുണ്ട് പിടിച്ച് അപ്പുറത്തേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതിനൊരു ചെറിയ ലീക്കേജ് വന്നത് തെറ്റ് തന്നെയാണ്, തെറ്റല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് അങ്ങനെ ലീക്ക് വരുന്ന തരത്തിലേക്കുള്ള വേറെ ഒരു വേസ്റ്റുമല്ല. ഈ വെള്ളം ആ ചുറ്റുപാട്ടുള്ള വെള്ളം ഒന്ന് നീക്കി കഴിഞ്ഞിട്ടാണ് എന്താണ് പ്രയാസം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അത് ചെയ്തത്. അപ്പോൾ ടെൻഡർ കൊടുത്തവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള ഭൗമ ഏജൻസിയെ വരുത്തിച്ചുകൊണ്ട് ഇപ്പോൾ അത് മെയിൻ ടാങ്ക് പൊട്ടിച്ചുകൊണ്ട് തന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് സ്ത്രീകളുടെ ടോയ്ലറ്റാണ് ബ്ലോക്കായി പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് പേഡും അതുപോലെ തന്നെ പാമ്പാസും കുട്ടികളെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ട് ഇട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രവൃത്തി വന്നിട്ടുള്ളത്. അല്ലാതെ ബാത്റൂമിൻ്റെ ക്ലീനിങ് ഇല്ലാതെയോ അല്ലാതെ ആടെയുള്ള നോക്കാത്ത പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം അതിൻ്റെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് നല്ല ബിൽഡിങ്ങുകൾ തന്നെയാണ് ഇപ്പോൾ വർഷാവർഷം ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ടാങ്കിൻ്റെ പ്രവർത്തനം 3 ടാങ്കായി സെപ്റ്റ് ടാങ്കായിട്ട് തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ടാങ്കാണ് പണിതിട്ടുള്ളത്. അതിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നത് ഈ ഒരു കാരണത്തിലാണ്. അത് ചെയ്യാനുള്ള കോൺട്രാക്ട് കൊടുത്തിട്ട് 1 വർഷത്തേക്ക് ടെൻഡർ എടുത്തതാണ്. പക്ഷേ ആ ടെൻഡർ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ നഗരസഭ തന്നെ അത് കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാണിച്ചു വെക്കുന്നത്. ഇപ്പോൾ വേറെ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനത് ചെയ്യുമ്പോൾ തന്നെ രാവിലെ തൊട്ടിട്ട് ഒരു 12-20 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. ഇവരെ പണിയെടുക്കുന്ന ആ സ്ഥലം വരെ ഞാൻ ചെന്ന് നോക്കിയതാണ്. അവിടെ ടാങ്കും ഒരു കൊണ്ടുവരണം കുഴിച്ചിട്ട് കാണുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതവർ ശ്രദ്ധിക്കാതെ അടിച്ചപ്പോൾ ചെറുങ്ങനെയൊന്ന് പുറത്തു പോയതാണ് വിഷയമുള്ളത്. അപ്പോൾ അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ കുടിവെള്ളമാണ് എല്ലാ സ്ഥലത്തേക്കും കണ്ണൂർ ജില്ലയിൽ മൊത്തം പോകുന്ന കുടിവെള്ളമാണ്. അതിനൊക്കെ പരിപാലിച്ച് പോകണം. നഗരസഭ കൃത്യമായി ഇടപെടുന്ന ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ക്ലീനിങ് ആയാലും അതുപോലെ എല്ലാ സ്ഥലത്തുള്ള വെള്ളം പുഴയിൽ ഒഴുകുന്നതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന ഒരു നഗരസഭ തന്നെയാണ്. അപ്പോൾ ഇവർക്കൊരു വാണിംഗ് നഗരസഭ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിനായി നഗരസഭ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.